എറണാകുളം അതിരൂപതയിൽ സഭാ ചട്ടങ്ങൾ ലംഘിക്കാൻ സമരമടക്കം തുടങ്ങി വെച്ചത് വിമത വൈദികർ തന്നെ. ആ എറണാകുളത്തെ വൈദികർ തങ്ങൾക്ക് വേണ്ടതെല്ലാം നേടി സന്തോഷം നിൽക്കുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടാനുള്ള വിധിയാണ് അവർക്കൊപ്പം ഇതുവരെ നിന്ന അൽമായ മുന്നേറ്റത്തിന് എന്നുകൂടി ഓർക്കണം. പ്രമുഖ വിമത വൈദികർക്ക് 2 മെത്രാൻ സ്ഥാനങ്ങൾ ഉൾപ്പെടെ വേണ്ടതെല്ലാം വിമത വൈദികർ നേടിയെടുത്തു. പരിശുദ്ധ കുർബാനയെ പരസ്യമായി അവഹേളിച്ചതും കുമ്പസാര പദ്ധതി കൂടാതെ കുമ്പസാരം നടത്തിയതും ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങൾക്ക് നേരെ സിനഡ് കണ്ണടച്ചുകൊണ്ടേയിരിക്കും. കാലാകാലങ്ങളായി കണ്ണടച്ചു. വിമത വൈദികരുടെ മുഖ്യ ആവശ്യമായിരുന്ന അനിയന്ത്രിതമായ സാമ്പത്തിക സ്വാതന്ത്ര്യവും അതും സിനഡ് അനുവദിച്ചു. ഗൂഢാലോചനയിലൂടെ കർദിനാൾ ആലഞ്ചേരിയെ ഇല്ലാത്തൊരു സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ കുടുക്കി ആലഞ്ചേരിയുമായി ഉണ്ടായ മുഖ്യ സംഘർഷം അദ്ദേഹം അതിരൂപതയിലെ ചില സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ മുതിർന്നു എന്നതായിരുന്നു. അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി വ്യാജരേഖവനും ഉണ്ടായി. എന്നിട്ട് ഇപ്പോഴും ആ വ്യാജരേഖ കേസ് ആരും നടത്താനില്ലാത്ത അവസരത്തിൽ മണവാളിനും ഇടശ്ശേരിയും കൊരട്ടിമുത്തിയുടെ കിലോ കണക്കിന് സ്വർണവും പണം കവർന്നു എന്ന ഒരു ആരോപണം ഉയർന്നു. യാതൊരു അന്വേഷണവും നാളിതുവരെ എറണാകുളം രൂപതയോ സിനഡോ നടത്തിയിട്ടില്ല. എറണാകുളത്തെ വൈദികർക്ക് ശതകോടികൾ വരുമാനം വരുന്ന രൂപതയിലെ പ്രസ്ഥാനങ്ങൾ തോന്നും വിധം കൈകാര്യം ചെയ്യുന്ന അധികാരം സിനഡ് കൽപ്പിച്ചു നൽകി. എന്നാൽ ഇതുവരെ ഇവർക്കൊപ്പം നിന്ന് അൽമായ മുന്നേറ്റമോ അവരുടെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. തങ്ങളുടെ കാര്യസാധ്യത്തിനെ രൂപീകരിച്ച അൽമായ മുന്നേറ്റം ഇനിയും തുടരുന്നത് തങ്ങൾക്ക് തന്നെ ഭീഷണിയാകുമെന്ന് എറണാകുളത്തെ വൈദികർ മനസ്സിലാക്കി കഴിഞ്ഞു. എറണാകുളത്തെ വിമത വൈദികർ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുമായി ധാരണയിലെത്തുകയും എറണാകുളം രൂപതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താൽക്കാലികമായി ശമിക്കുകയും ചെയ്തപ്പോൾ വിമത വൈദികർ തന്നെ രൂപം കൊടുത്ത അവരുടെ കുഞ്ഞായ അൽമായ മുന്നേറ്റത്തെ വെട്ടി നിർത്താൻ അവർ തന്നെ ശ്രമിക്കുകയാണ്. അൽമായ മുന്നേറ്റത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക അൽമായ സംഘടനയാക്കാമെന്ന് ഉറപ്പൊക്കെ അവർ കൊടുത്തിരുന്നു. പക്ഷേ അൽമായ മുന്നേറ്റത്തെ മാറ്റി നിർത്താൻ ഇപ്പോൾ വൈദികർ ശ്രമിക്കുന്നു. അൽമായ മുന്നേറ്റത്തെ ഔദ്യോഗിക സംഘടനയ്ക്ക് മാറ്റുന്നത് ഭാവിയിൽ ഇതേ വിമത വൈദികർക്ക് ഭീഷണിയാകുമെന്ന് അവർക്ക് വ്യക്തമായി അറിയും. കത്തോലിക്ക സഭയുമായി ഒരു പ്രശ്നം നിലനിന്നപ്പോൾ തങ്ങളുടെ ഭാഗം വിജയിപ്പിച്ചെടുക്കാൻ അൽമായരെ ഇറക്കി കളിച്ചതായിരുന്നു എറണാകുളം. എന്നാൽ തുടർന്ന് അൽമായർക്ക് എറണാകുളം രൂപതയിൽ പ്രമുഖ സ്ഥാനങ്ങൾ നൽകുന്നതിനോട് ഭൂരിപക്ഷം വിമത വൈദികർക്കും വിയോജിപ്പായി. അൽമായ മുന്നേറ്റത്തെ ഒരു കാരണവശാലും ഔദ്യോഗിക സംഘടനയെ അംഗീകരിക്കുക സാധ്യമല്ല എന്ന് വിമത വൈദിക നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു. അൽമായ മുന്നേറ്റത്തെ വിശ്വസിപ്പിച്ച് ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ചില അൽമായരോടെ ഇടിപ്പിരായ അവസ്ഥയിലാണ്. അവസാനം ലോഹയും ഒന്നിക്കുമെന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു സംശയവും വേണ്ട. ബാക്കിയുള്ളവർ പുറന്തള്ളപ്പെടുകയും ഒരിക്കൽ കൂടി അത് തെളിയിക്കപ്പെട്ടിരിക്കും. അൽമായ മുന്നേറ്റത്തിന്റെ നേതാക്കൾ വിവിധ സമര പരിപാടികളുടെ പേരിലും മാധ്യമങ്ങളിൽ മുഖം കാണിച്ചുമൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്നും അപഹാസ്യരാകുകയും അപ്പോൾ വഞ്ചിതരായതോ കൂടെ നിന്ന അൽമായ അണികളാണ്. അൽമായ മുന്നേറ്റത്തെ ഇപ്പോൾ ഇതേ വിമത വൈദികർ തള്ളി പറയുന്നത് തെല്ലൊന്നുമല്ല, ചില അൽമായ വിശ്വാസികളിൽ പ്രതിഷേധമുണ്ടാകും. എന്തായാലും അവരുടെ കാര്യം കഷ്ടമായി കറിവേപ്പിലായി.